രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാൻ ശ്രമിച്ച കേസ് കുത്തിപ്പൊക്കി രാഹുലിന് പകരം കോൺഗ്രസിനെതിരെ തിരിച്ചത് സിപിഎമ്മിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ സിപിഎം ലക്ഷ്യമിട്ടത് രാഹുലിനെയല്ല, വി.ഡി. സതീശനെയാണ്. സതീശന്റെ മുഖ്യമന്ത്രി പദവിയാണ് ഇതോടെ തെറിച്ചത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ചെന്നിത്തലയും സതീശനും അടുക്കാൻ കഴിയാത്ത വിധം അകലുകയും ചെയ്തു. സതീശൻ മുൻ നിരയിലില്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല. അധികം വൈകാതെ രാഹുൽ എം.എൽ.എ. സ്ഥാനവും രാജിവെക്കേണ്ടി വരും. കോൺഗ്രസിലെ ഒളിയമ്പുകൾ തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കിയ സതീശൻ തന്നെയാണ് രാഹുലിനെ തള്ളിയതും. ഷാഫി, രാഹുൽ, സതീശൻ തന്ത്രങ്ങൾക്ക് നേരെയാണ് മിന്നലാക്രമണം ഉണ്ടായത്. ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെ പോലെയാണെന്നാണ് വി.ഡി. സതീശൻ വിശദീകരിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, എത്ര വലിയ നേതാവാണെങ്കിലും നടപടിയെടുക്കുമെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത്. പരാതി പാർട്ടി പരിശോധിക്കും, നടപടിക്ക് മുൻകൈയെടുക്കും. മുമ്പിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഗൗരവത്തോടെയുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ്. തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആരോപണ വിധേയനെന്ന് പറയാനുള്ളത് കൂടി കേട്ട് നടപടിയെടുക്കും. നടപടിയെടുക്കുന്നതിന് പാർട്ടിയിൽ ഒരു നടപടിക്രമങ്ങൾ ഉണ്ട്. പരാതിയുടെ ഗൗരവം നോക്കും. ആരോപണ വിധേയനെന്ന് പറയാനുള്ളത് കേൾക്കുമെന്നും ശേഷമായിരിക്കും നടപടിയെടുക്കുക എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏതു നേരത്തായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. രാഹുലിനെ ഇല്ലാതാക്കിയാൽ ഷാഫി ഇല്ലാതാകുമെന്നും അതുവഴി സതീശനെ തകർക്കാൻ കഴിയുമെന്നും സിപിഎമ്മിന് അറിയാം. സതീശൻ തകർന്നാൽ അധികാരം കിട്ടില്ലെന്ന് സിപിഎമ്മിന് അറിയാം. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാറിയെങ്കിലും എം.എൽ.എ. സ്ഥാനത്ത് തൽക്കാലം തുടരും. തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവാങ്ങാൻ ഹൈക്കമാൻഡിനാണ് നിർദ്ദേശം. അതേസമയം രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിലെ ആവശ്യം ഉയരുകയാണ്. സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത്. വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു. ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി R.V. സ്നേഹയാണ്. സ്നേഹയുടെ വിമർശനത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി V.P. ദുൽഖിഫിൽ രംഗത്ത് വന്നു. രാഹുലിനെതിരെ ചാണ്ടി ഉമ്മൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും രാജി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം. ചെന്നിത്തല സതീശനെ ഇല്ലാതെയാക്കാൻ കുറെ നാളുകളായി ശ്രമിച്ചിട്ടുണ്ട്. സതീശൻ ഇന്നത്തെ മട്ടിൽ തുടർന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ലെന്ന ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. അതിനാൽ സതീശന് നേരെ വാളോങ്ങാൻ ചെന്നിത്തലയ്ക്ക് ലഭിച്ച അസുലഭ അവസരമാണ് ഇത്. സതീശൻ തീർത്തും നിരാശനാണ്. രാഹുലിനെ അടിക്കാനെടുത്ത അതേ വഴി തനിക്ക് നേരെ ബൂമറാങ് പോലെ വരുമെന്ന് സതീശൻ അറിയാം. സതീശന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണം എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാരും നിരവധിയാണ്. സിപിഎമ്മിന് ഭയമുള്ളത് സതീശനെ മാത്രമാണ്. രമേശ് ചെന്നിത്തലയെ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് സിപിഎം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശിനെ സിപിഎം ഇല്ലാതാക്കിയത് കേരളം കണ്ടതാണ്. രമേശിന്റെ നേതൃസ്ഥാനം തെറിപ്പിച്ചത് പിണറായിയാണെന്നാണ് പരസ്യമായ രഹസ്യം. രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി വഴി സ്വാധീനിച്ചാണ് പിണറായി ഇക്കാര്യം നേടിയെടുത്തത്. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് തന്നെ പിണറായിയെ മൃദുവായി കൈകാര്യം ചെയ്യും എന്ന ഉറപ്പിലാണ്. അന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ. സതീശനെതിരെയും കോൺഗ്രസിലേക്ക് പരാതി പ്രവാഹമാണ്. കോൺഗ്രസുകാർ അയക്കുന്നതിന് പുറമെ സിപിഎമ്മുകാരും വ്യാജപ്പേരിൽ പരാതി അയക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഹൈക്കമാൻഡ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, വി.ഡി. സതീശൻ എന്നീ നേതാക്കൾ ഹൈക്കമാൻഡിന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് ഉറപ്പിച്ച ഈ 3 നേതാക്കളുടെ മുഖം കണ്ടാണ്. എന്നാൽ അവരിൽ ഒരാൾ, അത് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ കുപ്രസിദ്ധിയിൽ മുങ്ങുമ്പോൾ 2026 ഗവൺമെന്റ് എന്ന സ്വപ്നം പോലും കോൺഗ്രസിന് അന്യമായി തീരും എന്ന ആശങ്കയിൽ നിലവിലുണ്ട്. 2015 ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ചെയ്ത അതേ പണി തന്നെയാണ് CPM രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയും ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും മാണിയും അറിയാതെ ചതിക്കുഴിയിൽ വീണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്റെ സവിശേഷമായ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ടാണ് CPMന്റെ കുഴിയിൽ വീണത്. രാഹുലിന്റെ സ്വഭാവത്തിലെ ചില വഴിത്തിരിവുകൾ കണ്ട പല നേതാക്കളും അദ്ദേഹത്തെ കുരുക്കാൻ ശ്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ രാഹുൽ അതെല്ലാം അവഗണിച്ചു. അതിന്റെ ഫലമാണ്
ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി രാഹുലിന് പാലക്കാട് സീറ്റ് ലഭിക്കില്ല. ലഭിച്ചാൽ ജയിക്കുകയും ഇല്ല.